ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഫിഷ് ഫ്രൈഡ് റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അതിനായിട്ട് ഞാൻ സാൽമൺ ഫിഷാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനാണ് കേട്ടോ സാൽമൺ. ടേസ്റ്റിയാണ്, അതുപോലെ കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ കഴിക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ടേസ്റ്റ് മാത്രമല്ല കേട്ടോ, നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളൊരു മീൻ കൂടിയാണ് കേട്ടോ ഇത്. ഒമേഗ 3യും അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെയൊക്കെ നല്ലൊരു സോഴ്സാണിത്. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ലേഡീസൊക്കെ കഴിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഫിഷ് കൂടിയാണിത്. നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഒത്തിരി മാരിനേഷനൊന്നും ആവശ്യമില്ല കേട്ടോ ഇതിന്. മഞ്ഞൾപ്പൊടിയോ അതുപോലെ തന്നെ മുളക് പൊടിയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ചേർത്ത് മാരിനേറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റായിട്ട് വരുന്നത് കേട്ടോ. പല രീതിയിൽ ഇത് ഉണ്ടാക്കാറുണ്ട്. സോസൊക്കെ ഉണ്ടാക്കിയിട്ട്, അതായത് ക്രീമൊക്കെ ഒഴിച്ചിട്ട് സോസൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ രീതിയിൽ ചെയ്യാറുണ്ട് കേട്ടോ. ഞാനത് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എന്നെ. അപ്പോൾ നന്നായിട്ട് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട് വെളിച്ചെണ്ണയൊന്നും എടുക്കരുത് കേട്ടോ. ബട്ടറിലാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അതിനായിട്ട് ബട്ടർ ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ നിറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ബട്ടർ മെൽറ്റ് ചെയ്ത ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഒത്തിരി ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു സൈഡ് ഏകദേശം ഒരു മിനിറ്റൊക്കെ ഫ്രൈ ചെയ്താൽ മതിയാവും. സ്ലൈറ്റായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡ് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കാവും കേട്ടോ ഈ മീൻ. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഏകദേശം ഈ ഒരു പാകത്തിന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. 2 സൈഡും ഞാൻ തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ടേസ്റ്റാണ് ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത് കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ നിറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവർക്കും വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇത്രയും ചേർക്കുന്നത് കേട്ടോ. 1 ടീസ്പൂണൊക്കെ മതിയാവും. വെളുത്തുള്ളി നന്നായിട്ട് ഈ ബട്ടറിൽ കിടന്ന് മൊരിഞ്ഞ് അതിൻ്റെ ഫ്ലേവർ ഈ ഫിഷിലേക്ക് നന്നായിട്ട് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഫ്രൈ ആവുന്നതിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ മീൻ ഇങ്ങനെ കഴിക്കാനായിട്ട് കേട്ടോ. 2 സൈഡിലേക്കും ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് പാഴ്സി ലീഫ് ഇട്ട് കൊടുക്കാം. പാഴ്സി ലീഫ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ മല്ലിയില അരിഞ്ഞതായാലും മതി കേട്ടോ. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിക്കാം. ഇവിടെ നാരങ്ങ നീര് ചേർക്കുന്ന ആർക്കും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ പാഴ്സലിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ സിമ്പിളായിട്ടുള്ളൊരു ഫിഷ് ഫ്രൈഡ് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.